നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഏറെ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് കമ്പനിയുടെ ചിപ്പ് ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ഘടിപ്പിച്ച പരീക്ഷണം വിജയിച്ചു. രോഗിയിൽ ബ്രെയിൻ ചിപ്പ് സ്ഥാപിച്ചെന്നും ഇദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണെന്നും ഇലോൺ മസ്ക് അറിയിച്ചു. പ്രതീക്ഷ നൽകുന്നതാണ് ആദ്യ ഫലങ്ങളെന്നും മസ്ക് എക്സിൽ കുറിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ തലച്ചോറിനും കമ്പ്യൂട്ടറുകൾക്കുമിടയിൽ നേരിട്ടുള്ള ആശയവിനിമയ മാർഗങ്ങൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് മസ്ക് 2006 സ്ഥാപിച്ച ന്യൂറോ ടെക്നോളജി കമ്പനിയാണ് ന്യൂറാലിങ്ക്. ബ്രെയിൻ ചിപ്പ് മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിനുള്ള അനുമതി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കമ്പനിക്ക് ലഭിച്ചത്. പദ്ധതിയുമായി സഹകരിച്ച് തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കാനും പരീക്ഷണത്തിന്റെ ഭാഗമാകാനും തയ്യാറായുള്ള രോഗികളെ കമ്പനി ക്ഷണിച്ചിരുന്നു. ഇതിനായുള്ള രജിസ്ട്രേഷൻ ഫോം കമ്പനി വെബ്സൈറ്റിൽ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കുന്നതിനായി എത്ര രോഗികളെ എൻറോൾ ചെയ്യുമെന്ന് ഗവേഷകർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. തമിഴിൽ മാത്രമല്ല, ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ആകമാനം വളരെ മികച്ച കളക്ഷനോടെ വിജയം നേടിയ ചിത്രമായിരുന്നു രജനികാന്ത് അഭിനയിച്ച ശങ്കർ സംവിധാനം ചെയ്ത യന്തിരൻ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ കോടികൾ വാരിയപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരിൽ ഭൂരിഭാഗം ആളുകളും ചിന്തിച്ച കാര്യങ്ങളിലൊന്നാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുമോ എന്ന്. എന്നാൽ ഈ ചിന്തകളെ എല്ലാം തള്ളിക്കളയാൻ വരട്ടെ, ഒരു ചിപ്പ് ഉപയോഗിച്ചാണ് സിനിമയിൽ ചിട്ടി എന്ന റോബോട്ടിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഇത്തരത്തിലൊരു ചിപ്പ് മനുഷ്യന്റെ തലച്ചോറിൽ ഘടിപ്പിക്കാനുള്ള പരീക്ഷണത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ന്യൂറാലിങ്ക് എന്ന കമ്പനി. എന്നാൽ രജനീകാന്തിന് ലഭിച്ച പോലെ സൂപ്പർ പവർ ഒന്നും ഇതിലൂടെ ലഭിച്ചില്ലെങ്കിലും ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകുന്നതായിരിക്കും. ഈ പരീക്ഷണം വിജയകരമായാൽ ഇത് മനുഷ്യ പരമ്പരയുടെ തന്നെ വലിയ മാറ്റത്തിന് കാരണമായേക്കാം എന്നും മസ്ക് പറഞ്ഞിരുന്നു. മനുഷ്യന്റെ തലയോട്ടിൽ ചെറിയ ദ്വാരമിട്ട് എവിടെയായിരിക്കും ചിപ്പ് സ്ഥാപിക്കുക. ശേഷം ഇത് കമ്പ്യൂട്ടറായി ബന്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കും. ആദ്യഘട്ടത്തിൽ ശരീരം തളർന്നവർക്കും കാഴ്ച പരിമിതി ഉള്ളവർക്കുമായിരിക്കും ഈ സേവനം ലഭ്യമാക്കുക. നിലവിൽ ഇതിന്റെ പരീക്ഷണത്തിനായി കമ്പനി നിരവധി ആളുകളെ ക്ഷണിച്ചിരുന്നു. ഇവരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് കമ്പനിക്ക് ലഭിച്ചത്. അംഗപരിമിതി സംഭവിച്ചവരെ സഹായിക്കാൻ എന്ന രീതിയിലാണ് ന്യൂറോലിങ്ക് ഇത്തരം ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. ഈ പരീക്ഷണം വിജയകരമായാൽ ഇത് വലിയൊരു നാഴികക്കല്ലാകും എന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം. നിലവിൽ പന്നി, കുരങ്ങ് എന്നീ ജീവികളിൽ ഈ പരീക്ഷണം ന്യൂറാലിങ്ക് ഇതിനോടകം തന്നെ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മനുഷ്യനിൽ പരീക്ഷിക്കാൻ കമ്പനി തയ്യാറായിരിക്കുന്നത്. തുടർന്ന് പരീക്ഷണവുമായി സഹകരിക്കാൻ താല്പര്യമുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് കമ്പനി പരസ്യം ചെയ്തു. നിലവിൽ നിരവധി ആളുകൾ ഈ പരീക്ഷണത്തിന് തയ്യാറാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മനുഷ്യരുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ചിന്തകളെ സിഗ്നൽ ഉപയോഗിച്ച് കോപ്പി ചെയ്ത് ഇത് ബ്ലൂടൂത്ത് വഴി കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുന്ന ജോലിയായിരിക്കും ചിപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ചിന്തകൾ മാത്രം ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നിയന്ത്രിക്കാൻ ഈ സാങ്കേതിക വിദ്യക്ക് സാധിക്കുമോ എന്ന് അറിയാനാണ് ഈ പരീക്ഷണം കമ്പനി ചെയ്യുന്നത്. ഇത് വിജയം കണ്ടാൽ കാഴ്ച പരിമിതർക്കും ശരീരം തളർന്നവർക്കുമെല്ലാം ഇത് വലിയ ആശ്വാസമായിരിക്കും. അതേസമയം 2016 ഈ സാങ്കേതിക വിദ്യക്കുള്ള പഠനങ്ങൾ ന്യൂറാലിങ്ക് ആരംഭിച്ചത്. വളരെ നാളുകൾ പിന്നിട്ട പഠനത്തിന് ശേഷമാണ് ഇത് മനുഷ്യരിൽ പരീക്ഷിക്കാൻ ഇവർ തയ്യാറായത്. ബ്രെയിൻ ചിപ്പ് കുരങ്ങന്മാരിൽ പരീക്ഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ന്യൂറാലിങ്കിനെതിരെ US ആസ്ഥാനമായുള്ള മൃഗാവകാശ സംഘടന രംഗത്ത് വന്നിരുന്നു. ചിപ്പുകൾ പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഗവേഷകർ കുരങ്ങുകളെ അങ്ങേയറ്റം പീഡിപ്പിക്കുന്നതായും സംഘടന പറഞ്ഞിരുന്നു. തലയോട്ടിയിൽ സ്റ്റീൽ പ്ലേറ്റുകളും മറ്റും കുത്തിക്കയറ്റുന്നതിനാൽ അവ ഫേഷ്യൽ ട്രോമയടക്കമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നും മൃഗസ്നേഹികൾ ആരോപിച്ചിരുന്നു. ന്യൂറാലിങ്ക് നിർമ്മിച്ച ബ്രെയിൻ ചിപ്പ് തലച്ചോറിൽ ഘടിപ്പിച്ച ഒരു കുരങ്ങൻ വെർച്വൽ കീബോർഡ് ഉപയോഗിച്ച് ടെലിപ്പതിക്ക് ടൈപ്പിംഗ് നടത്തുന്ന വീഡിയോ ഇലോൺ മസ്ക് പുറത്തുവിട്ടിരുന്നു.